ഹലോ വെൽക്കം ബാക്ക്. അങ്ങനെ ആ പറഞ്ഞു കല്യാണം ഇങ്ങോട്ട് അടുത്തെത്തിട്ടാ. കുറേ നാളുണ്ട് എന്ന് ഇങ്ങനെ വിചാരിച്ചിരുന്നിട്ട് ഇനിയിപ്പോൾ ഒരു മാസമേ ഉള്ളു. ഈ ഒരു മാസത്തിനുള്ളിൽ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. ഡ്രസ്സിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഒന്നും ആയിട്ടില്ല, ഒരു പിടിയില്ല എന്താക്കും എന്നുള്ള കാര്യത്തിൽ. കഴിഞ്ഞ വീഡിയോയിൽ ഞാനിങ്ങനെ അഭിപ്രായം ചോദിച്ചപ്പോൾ കുറേ പേര് ഒരേ സ്വരത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ദുബായില് മീന ബസാറിൽ പോയി നോക്കാം, അവിടെ കുറേ കളക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാ. അപ്പം എന്തായാലും ഞങ്ങൾ ഇന്ന് മീന ബസാറിലോട്ടാട്ടാ. അവിടെ പോയി എന്തായാലും ഒന്ന് അരിച്ച് പറക്കി നോക്കണം വല്ലതൊക്കെ കിട്ടുമോ എന്നുള്ള കാര്യം. എനിക്കറിയില്ല. എനിക്ക് നോർമൽ സൽവാറൊന്നും അല്ല വേണ്ടത്, എനിക്ക് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ളത് വേണമെന്നൊക്കെ ഇങ്ങനെ ഭയങ്കര ആഗ്രഹമുണ്ട്. എന്തായാലും ഞാൻ പോയി നോക്കിയിട്ട് വരാട്ടാ. ഇപ്പം തന്നെ 8 മണിയായി. പിന്നെ അവിടെ ഇപ്പം ചൂടായതുകൊണ്ട് നമുക്ക് ഉച്ചയ്ക്കൊന്നും പോയിട്ടൊന്നും നോക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് തന്നെ വൈകുന്നേരം ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ ഇപ്പം ഇറങ്ങാട്ടാ. എന്തായാലും പോയിട്ട് അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം വല്ലതൊക്കെ ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യമൊക്കെ അവിടെ എത്തിയിട്ട് നമുക്കറിയാവേ. ഞാൻ രാവിലെ എണീറ്റ് വേഗം ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അപ്പോൾ തൊട്ട് അഫയോട് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ, നമുക്ക് പോയിട്ട് വരാമെന്ന്. പക്ഷെ അഫയാണെങ്കിലും വെയിലാണ്, ചൂടാണ്, കുറച്ച് കഴിയട്ടെ എന്നും പറഞ്ഞ് അങ്ങനെ ഇരുന്നിരുന്നതായി നേരത്താട്ടോ ഇറങ്ങിയിട്ടുള്ളത്. ശരിക്കും സച്ചുവിൻ്റെ കല്യാണ ഷോപ്പിങ് ഇതൊക്കെ കുറേ ആയിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളാട്ടോ. നാട്ടിലെത്തി എല്ലാവരുടെയും കൂടെ ഒന്നിച്ച് പോയി ഡ്രസ്സ് എടുക്കണം അങ്ങനെയൊക്കെ കുറേ വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടുമ്പം കുറേയൊക്കെ നമുക്ക് നഷ്ടമാവും അല്ലേ. ലൈഫ് അങ്ങനെയാണ്, അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഉള്ളതുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കറങ്ങി നടക്കുകയാണേ. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടേ പാർക്കിങ്ങിനൊന്നും സ്ഥലമില്ല കേട്ടോ, ഫുള്ള് തിരക്കാണ്. എവിടെ ഇപ്പോൾ പാർക്ക് ചെയ്യുന്നത്? ഞങ്ങൾ എവിടെയെങ്കിലും കൊണ്ട് വണ്ടി ഇട്ടിട്ട് നടക്കാന്ന് വിചാരിക്കുകയാണ്. വർക്കിംഗ് ഡേയിൽ വന്നാൽ പിന്നെ അടുത്ത ദിവസം ജോലിക്കുണ്ട്. അത് ശരിയാണ്. ഇവിടെ ഫുള്ള് തിരക്കാട്ടാ. എനിക്കറിയില്ല എന്താവും എന്നുള്ള കാര്യം. എന്തായാലും ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകാനേ ഇന്ന് നടക്കുള്ളൂ, വാങ്ങലൊന്നും നടക്കൂല. പാർക്കിങ് നോക്കി തന്നെ അന്നത്തെ ദിവസം ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിട്ടാ. 10:30 നമുക്ക് എവിടെയും വണ്ടി ഇടാൻ പറ്റിയിട്ടുണ്ടായില്ല. ഇനിയിപ്പം എവിടെയെങ്കിലും ദൂരെയൊക്കെ മാറ്റിയിട്ടിട്ട് വന്ന് വാങ്ങാനുള്ള സമയവും ഇല്ല കേട്ടോ. പക്ഷെ ഇങ്ങനെ വഴിയിൽ കൂടെ പോയപ്പോൾ തന്നെ ഡ്രസ്സുകളൊക്കെ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കടകളിലൊക്കെ ഓൾമോസ്റ്റ് കളക്ഷൻസൊക്കെ ഇങ്ങനെ ഞാൻ തലയിട്ട് നോക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഒരു സമാധാനമായി. അതായത് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള കുറച്ച് ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ എനിക്ക് കാണാൻ പറ്റിയ, പക്ഷേ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊന്നും അറിയില്ല, ഇറങ്ങി നോക്കിയിട്ടൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് അടുത്ത സാറ്റർഡേ ഓഫീസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ദുബായിൽ മീന ബസാറിൽ വന്നിട്ടുണ്ടായി. നല്ല ചൂടും വെയിലൊക്കെ ആയിട്ട് ഒരു രക്ഷ ഉണ്ടായില്ല. പക്ഷെ വേറെ വഴിയില്ല, നമുക്ക് എന്തായാലും ഡ്രസ്സ് എടുത്തല്ലേ പറ്റുള്ളൂ. ഇവിടെ എല്ലാ കടകളിലും ഒരുപോലെ അഫോർഡബിൾ ഒന്നും അല്ല കേട്ടോ. ചില കടകളിൽ ഞാനിങ്ങനെ പുറത്തുനിന്ന് ഭംഗി കണ്ടിട്ട് കൂടി അകത്ത് കയറിയപ്പോൾ ഡ്രസ്സുകളൊക്കെ 3500, 2900 ആ ഒരു പ്രൈസിലുള്ള ഡ്രസ്സുകളൊക്കെ ആട്ടോ ഉണ്ടായിരുന്നത്. അതായത് നമ്മുടെ നാട്ടിലെ ഓൾമോസ്റ്റ് ഒരു 60,000 70,000 രൂപയൊക്കെ വില വരുന്ന ഡ്രസ്സുകളാണ് അധികവും ഞാൻ കണ്ടത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ആ കടയിൽ നിന്ന് ഇറങ്ങി വേറെ കുറച്ച് കടകളിലൊക്കെ നോക്കിയപ്പോഴാണ് അത്യാവശ്യം റീസണബിൾ ആയിട്ട് നമുക്കൊരു 300 400 ആ ഒരു റേഞ്ചിലൊക്കെ ഡ്രസ്സ് കിട്ടും എന്ന് കണ്ടത്. അവിടെ കണ്ട കടകളിലൊക്കെ ഞാൻ ഓടി കയറിയിട്ടുണ്ടായിരുന്നു. എനിക്ക് പിന്നെ തലേന്നത്തെ ദിവസം ഉണ്ടല്ലോ മൈലാഞ്ചിയുടെ അന്ന് ബ്ലാക്ക് കളർ വേണമെന്നുണ്ടായി. അന്നെല്ലാവരും ബ്ലാക്ക് കളറാട്ടോ. പിന്നെ റിസപ്ഷൻ ഇടാനായിട്ട് ഒരു ലെഹങ്ക വേണം, ഇതായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഈ ഒരു ക്രേസ് ടൈലേഴ്സ് ആൻഡ് ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷോപ്പിൽ കയറി കേട്ടോ. വഴിയിൽ നിന്ന് ഒരാൾ ഞങ്ങളിങ്ങനെ ഇങ്ങടേക്ക് വാന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്ന് കയറിയതാണ്. പക്ഷേ അവിടെ അത്യാവശ്യം കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഭയങ്കര അങ്ങനെ പ്രൈസൊന്നുമില്ല, റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ കുറച്ച് കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് കളക്ഷൻസ് ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷേ അവർ കാണിച്ച ഒരു ഡ്രസ്സ് എനിക്കിഷ്ടമായി. ഈ ഒരു ലെഹങ്ക എനിക്ക് നല്ല ഇഷ്ടമായിട്ടാ. അപ്പോൾ ഇതാണെങ്കിൽ ഇട്ട് നോക്കിയപ്പോഴാണെങ്കിലും രസമുണ്ട്. നാട്ടിൽ ചിലപ്പോൾ ഇതിനേക്കാളും നല്ലതൊക്കെ കിട്ടായിരിക്കും, പക്ഷേ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല കേട്ടോ. കാരണം ഞാനിപ്പോൾ ഇവിടെ നിന്ന് എടുക്കാണ്ട നാട്ടിൽ നിന്ന് എടുപ്പിച്ച് കഴിഞ്ഞാൽ അളവൊക്കെ അയച്ചു കൊടുത്താൽ നാട്ടിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ എന്നാലും എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. ഞാൻ നാട്ടിലെത്തുന്നവരെ എൻ്റെ ഡ്രസ്സ് കറക്റ്റായിരിക്കുമോ എന്നുള്ള ടെൻഷനിൽ ഞാൻ പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്തായാലും ഇവിടെ നിന്ന് തന്നെ എടുക്കാമെന്നൊരു ഫൈനൽ തീരുമാനം എടുത്തത്. ഈ ഒരു ഷോപ്പിൽ സുനിൽ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു കേട്ടോ. ആൾ മുംബൈ ആണ്. ബട്ട് അത്യാവശ്യം സപ്പോർട്ടീവ് ആയിരുന്നു. നമ്മളിപ്പോൾ ചോദിക്കുന്നത് എന്താണെന്ന് ആൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ഡ്രസ്സ് ചൂസ് ചെയ്യാൻ പറ്റി.
ലെഹങ്കയൊക്കെ വേറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, പക്ഷെ മിക്കതിനും സ്ലീവ് ഒന്നുമില്ല കേട്ടോ. സ്ലീവ് ഇല്ലാത്തതൊക്കെ എടുത്ത് ഞാൻ വേറെ സ്ലീവൊക്കെ വെച്ച് വരുമ്പോൾ അലമ്പാവുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനത്തെ ഡ്രസ്സൊന്നും നോക്കാൻ പോയില്ലായേ. പിന്നെ തലേന്നത്തേക്ക് ഇടാനായിട്ട് ഒരു ബ്ലാക്ക് കളർ ഷറാറ ആയിട്ട് എടുത്തിട്ടുണ്ടായത്. അത് ഈ ഷോപ്പിലല്ല കേട്ടോ, ഇവിടെ ബ്ലാക്ക് കളർ ഷറാറ ഉണ്ടായില്ല. എനിക്ക് ഭയങ്കര ലെങ്ത്ത് കുറവുള്ള ഒരു ഷറാറ വേണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ വിചാരിച്ച പോലെ തന്നെ ഒരു സാധനം എനിക്ക് കിട്ടിയിട്ടുണ്ടായിട്ടാണ്. എന്തായാലും ഞാൻ വീടെത്തിയിട്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാവേ. അങ്ങനെ ആ ഡ്രസ്സൊക്കെ വാങ്ങി വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ വാങ്ങിയത് കഴിഞ്ഞ ആഴ്ച ആണെങ്കിലും ഇപ്പം ഞാൻ എടുക്കണത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്. കാരണം ഇത് ഓൾട്ടറേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അവിടെ തന്നെ അവർ നമുക്ക് ഫ്രീ ആയിട്ട് ഓൾട്ടറൊക്കെ ചെയ്ത് തരുമായിരുന്നേ. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ എൻ്റെ ഡ്രസ്സ്. ആദ്യത്തെ നിങ്ങൾ ആ വീഡിയോയിൽ കണ്ട ഡ്രസ്സ് തന്നെയാണ് ഇത്. ഞാൻ റിസപ്ഷന് വാങ്ങിയിട്ടുള്ള ലെഹങ്ക കേട്ടോ. ഓക്കെ, ഇട്ടൊന്നും കാണിക്കൂല, അതൊക്കെ നമുക്ക് എന്തായാലും അന്നത്തെ ദിവസം ഇടുമ്പം കാണാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് ഇവിടെ കെട്ടായിരുന്നു കേട്ടോ, അപ്പോൾ അവരത് മാറ്റിയിട്ട് എനിക്കിങ്ങനെ കറക്റ്റായിട്ട് അളവെടുത്തിട്ട് ഇങ്ങനെ ഹുക്കൊക്കെ വെച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ചുളിഞ്ഞൊക്കെ കിടക്കും. പിന്നെ ടോപ്പ് വരുന്നത് ഇതാട്ടോ. ഇതിൻ്റെ അടിഭാഗത്ത് നോക്കിയേ ഇങ്ങനെയാണ് വരുന്നത്. ശരിക്കും നമ്മുടെ ഇങ്ങനെ ഈ ഒരു വയറിൻ്റെ പോർഷനൊക്കെ കാണും ഇതിൽ. അപ്പോൾ അത് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അടിയിൽ സെയിം കളർ മെറ്റീരിയൽ ഇങ്ങനെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ സ്കേർട്ട് ഇട്ട് കഴിയുമ്പോൾ ഇത് ഉള്ളിൽ പോവും. അപ്പോൾ ഒന്നും ഇങ്ങനെ പുറത്തോട്ട് കാണില്ല, ഭയങ്കര കംഫർട്ടബിൾ ആണ്. സ്ലീവ് ഉണ്ട്, സ്ലീവിൽ നോക്കി ഇവിടെയൊക്കെ നല്ല വർക്കൊക്കെ വന്നിട്ടുള്ള. എൻ്റെ ഷോൾ വന്നിട്ട് സിമ്പിളായിട്ടുള്ള ഷോളാട്ടോ. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ സിമ്പിൾ ഷോളും മതി, അല്ലാണ്ട് ഒരുപാട് ഓവറായിട്ട് വർക്കൊക്കെയുള്ള ഷോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്കത് തലയിലിട്ട് ഇങ്ങനെ മാനേജ് ചെയ്തുകൊണ്ട് നടക്കാൻ പറ്റില്ല. ഞാൻ പിന്നെ കല്യാണ പെണ്ണെ പോലെ നടക്കേണ്ടി വരും. അതുകൊണ്ട് ഈ ഒരു ഷോളാണ് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അങ്ങനെ തന്നെ ഒരു ഷോളും കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ഞങ്ങൾ തലേ ദിവസം ഉണ്ടല്ലോ, കല്യാണത്തിൻ്റെ തലേന്ന് എല്ലാവരും ബ്ലാക്ക് കളർ ഇടാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അന്നത്തേക്ക് വേണ്ടിയിട്ട് എനിക്കിങ്ങനെ ഇവ ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, ഒരു പഞ്ചാബി കൈൻഡ് ഓഫ് ഡ്രസ്സാണ് ഇവ ഇടുന്നത്. സോ എനിക്കും അങ്ങനത്തെ എന്തെങ്കിലും വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം നാട്ടിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ എനിക്കൊരു സമാധാനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ തപ്പിയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എടുക്കാമല്ലോ, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ എടുക്കാം, സ്റ്റിച്ച് ചെയ്യിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ വിചാരിച്ച പോലത്തെ സാധനം എനിക്ക് കിട്ടിയിട്ടാ. ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ എൻ്റെ തലേ ദിവസം ഇടാനുള്ള ഡ്രസ്സ്. ഇതൊരു ഷരാറാണ്. ചെറിയ മീൻസ് ഭയങ്കര ചെറുതല്ല. ഈ ഒരു ലെങ്ത്ത് ഇങ്ങനെ നിൽക്കും കേട്ടോ. ആ ഒരു ലെങ്ത്ത് വരുന്ന ഒരു ഷരാറാണ്. ഇതാണ് പാൻസ് വരുന്നത്. പാൻറ്റിലും ഫുള്ള് വർക്കാട്ടോ. ഫുള്ള് മീൻസ് ഈ ഒരു താഴത്തെ പോർഷൻ നല്ലോണം വർക്ക് ഉണ്ട്. നല്ല ഫ്ലെയർ ആയിട്ടുള്ള നല്ല രസമുള്ള ഒരു പാൻറ്റാട്ടോ. ഇതിന് സിമ്പിൾ ആയിട്ടുള്ള ഷോളാട്ടോ. അറ്റത്ത് ഇങ്ങനെ കുറച്ച് വർക്ക് ഉണ്ടെന്നേ ഉള്ളൂ. അങ്ങനെ ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനമായിട്ടോ. വലിയ കുഴപ്പമില്ലാത്ത ഡ്രസ്സൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഇനിയിപ്പോൾ ഇതിനുള്ള ഓർണമെൻറ്റ്സ്, ആക്സസറീസ് കാര്യങ്ങളൊക്കെ വാങ്ങണം. അതൊക്കെ ഇനി ഇവിടെ നിന്ന് വാങ്ങണോ നാട്ടിൽ നിന്ന് വാങ്ങണോ എന്നൊന്നും അറിയില്ല. എന്തായാലും പ്ലാൻ ചെയ്തിട്ട് അതുപോലെ തന്നെ ചെയ്യണം. ഇനി അപ്പിക്ക് ഡ്രസ്സ് എടുക്കാനുണ്ട്. ഇവാടെ ഡ്രസ്സൊക്കെ പിന്നെ അവിടെ നാട്ടിൽ സെറ്റ് ആക്കിയിട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പം അങ്ങനെ അവസാനമായിട്ട് നമുക്ക് കുറച്ച് സ്കിൻ കെയർ ആൻഡ് ബ്യൂട്ടി പ്രോഡക്ട്സ് കണ്ടിട്ട് വരാം കേട്ടോ. ഒരുപാടൊന്നുമില്ല, കുറച്ച് പ്രോഡക്ട്സ് ഉള്ളത്. ഫസ്റ്റ് എന്ന് വെച്ചാൽ ഡോക്ടർ ഷെസിൻ്റെ ഈ ഒരു സെറാമൈഡ് ആൻഡ് വൈറ്റമിൻ സി ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ആട്ടോ. ശരിക്കും നമുക്ക് ഒട്ടും തന്നെ ഓയിലി ആക്കാത്ത കൈൻഡ് ഓഫ് ഒരു മോയ്സ്ചറൈസർ ആട്ടോ ഇത്. ഞാൻ കുറച്ചായിട്ട് ഈ ഒരു മോയ്സ്ചറൈസർ ആട്ടോ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അടുത്തത് ഡോക്ടർ ഷെസിൻ്റെ തന്നെ വൈറ്റമിൻ സി സൺസ്ക്രീൻ ആണ്. ഇത് SPF 50 അടങ്ങിയിട്ടുള്ള സൺസ്ക്രീൻ ആണ്. എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്ന പോലെ ആട്ടെ ഇവർ ഈ ഒരു സൺസ്ക്രീൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റ് ഒന്നും വരാത്ത കൈൻഡ് ഓഫ് ഒരു സൺസ്ക്രീൻ ആണ്. അടുത്തത് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ്സ് ആയിട്ടുള്ള കുറച്ച് ബ്യൂട്ടി പ്രോഡക്ട്സ് ആട്ടോ. വേറൊന്നുമല്ല, ഫിറ്റ്മിയുടെ ഈ ഒരു ഫൗണ്ടേഷൻ 310 ഷെയ്ഡ് വരുന്നത്. അടുത്തത് ഈ ഒരു മേബെല്ലിൻ്റെ തന്നെ ഏജ് റിവൈൻഡ് കൺസീലർ. പിന്നെ മേബെല്ലിൻ്റെ തന്നെ ഈ ഒരു കോമ്പാക്ട് കേട്ടോ. ഇത് ഞാൻ മിക്കപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. എൻ്റെ ഫേവറേറ്റ് ആട്ടോ ഇത്. സോ ഈ പ്രോഡക്റ്റ്സ് ഒക്കെ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, മറക്കാതെ ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി എന്തായാലും അടുത്ത നമ്മുടെ വെഡിങ് റിലേറ്റഡ് വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. കുറച്ച് സമയം കൂടെ ഉള്ളൂ, ഇനി ഒരു 2-3 ആഴ്ചയും കൂടെ ഉള്ളട്ടാ നാട്ടിൽ പോകാനായിട്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ആയിരിക്കും ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. സോ സ്റ്റേ ട്യൂൺഡ്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്കിനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.